ഹലോ ഡിയേഴ്സ്, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 6ാമത്തെ യൂണിറ്റ് കുറയുന്ന കൂട്ടം ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ് കിച്ചുവും കൂട്ടുകാരും. അപ്പോൾ കിച്ചുവും കൂട്ടുകാരും ഇവിടെ അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ്. ഇതാണ് എൻ്റെ അബാക്കസ്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണല്ലോ. അപ്പോൾ ഇവരുണ്ടാക്കിയ അബാക്കസ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണല്ലേ. എത്രയാണിത്? 999 അല്ലേ. 999 ആണല്ലേ. അബാക്കസിലെ സംഖ്യ എന്താണ്? 999. ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കിട്ടും? ഈ 999 നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ, അതായത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എത്രയാണ്? 100 ആണല്ലേ. 999 നിന്ന് എത്ര കുറച്ചാലാണ് 100 കിട്ടുക? 899 കുറച്ചാലാണ് 100 ആവുക അല്ലേ. അപ്പം ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കിട്ടും? 899 അല്ലേ. കുറച്ച് കിട്ടിയ സംഖ്യ അബാക്കസിൽ വരക്കൂ. ഏതിനെയാണ്? 100നെ നിങ്ങൾ അബാക്കസിൽ വരക്കുക. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് ഒരു വട്ടം ഇടുക. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് വേണ്ട, 1ൻ്റെ സ്ഥാനത്ത് വേണ്ട അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെയാണ് വായിക്കുക? അബാക്കസ് 100 എന്ന് വായിക്കും അല്ലേ. ഇനി പൂരിപ്പിക്കൂ. 99 കുറക്കണം 10 എത്രയാണ്? 89 ആണ്. 999 കുറക്കണം 100 എത്രയാണ്? 899 ആണ്. ഇനി 9999 കുറക്കണം 1000 എത്രയാണ്? 8999 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999 അല്ലേ. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 ആണ്. അപ്പോൾ 999 കുറക്കണം 99 എത്രയാണ്? 009 അല്ലേ. 900 ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? 900 അല്ലേ. ഇനി 340 നിന്ന് 120 കുറച്ചാൽ എത്രയാകും? അപ്പോൾ സാധാരണ നമ്മൾ താഴത്തായിട്ട് കുറക്കുന്ന രീതിയിലല്ല കിച്ചു കുറച്ചത്. കിച്ചുവിൻ്റെ ഉത്തരം നോക്കൂ. 34 10 നിന്നും 12 10 കുറച്ചാൽ മതി. അപ്പം 340നെ 34 10 എന്ന് എഴുതി, 120നെ 12 10 എന്ന് എഴുതി അല്ലേ. അപ്പോൾ 34 10 കുറക്കണം 12 10 എത്രയാണ്? 22 10 ആണല്ലേ. 22 10 സമം എത്രയാണ്? 220 ആണല്ലേ. ഓക്കെ, ഇനി 340 160 കുറയ്ക്കണമെങ്കിലോ ഇതേ രീതിയിൽ നിങ്ങൾ കുറക്കുക. 340നെ എങ്ങനെ എഴുതാം? 34 10 എന്ന് എഴുതാം. 160നെ 16 10 എന്ന് എഴുതുക. അപ്പോൾ 34 10 കുറക്കണം 16 10 സമം എത്രയാണ്? 18 10 സമം 180. ഇനി 346 നിന്ന് 162 കുറച്ചാലോ? 346 കുറക്കണം 162. ഇതിനെ നമ്മൾക്ക് എങ്ങനെ കുറക്കാം? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 162നോട് എത്ര കൂട്ടിയാൽ 346 ആകുമെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 162നോട് എത്ര കൂട്ടിയാൽ 346 കിട്ടുമെന്ന് കിച്ചു എങ്ങനെയാണ് കണ്ടത്? ഫസ്റ്റിൽ 162നെ 170 ആക്കി അല്ലേ. 8 കൂട്ടിയിട്ട് 170 ആക്കി. ഇനി ഈ 170ന് 30 കൂട്ടിയിട്ട് 200 ആക്കി അല്ലേ. 200ൻ്റെ കൂടെ 146 കൂട്ടുമ്പോഴാണ് 346 കിട്ടുന്നത് അല്ലേ. അപ്പം മൊത്തം എത്ര കൂട്ടി? 8 കൂട്ടണം 30 കൂട്ടണം 146 അല്ലേ. അതെത്രയാണ്? 146 കൂട്ടണം 30 കൂട്ടണം 8 എത്രയാണ്? 184 ആണ്. അപ്പോൾ 162നോട് എത്ര കൂട്ടിയാലാണ് 346 കിട്ടുന്നത്? 184 ആണ്. അപ്പോൾ 346 കുറക്കണം 162 എത്രയാണ്? 184 ആണ് അല്ലേ. ഇനി രീതി 2ൽ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് കണ്ടത്? 346നെ 300 കൂട്ടണം 40 കൂട്ടണം 6 എന്ന് എഴുതി. 162നെ 100 കൂട്ടണം 60 കൂട്ടണം 2 എന്ന് എഴുതി അല്ലേ. ഇനി 346ൽ നിന്ന് 162 കുറക്കണം അല്ലേ. അപ്പോൾ 40ൽ നിന്ന് 60 കുറക്കാൻ പറ്റില്ല അല്ലേ. 40 ചെറിയ സംഖ്യയാണ് 60നേക്കാളും. അപ്പോൾ എന്ത് ചെയ്തു? ഈ 300നെ 200 100 എന്ന് എഴുതി. ഈ 100 40ൻ്റെ കൂടെ കൂട്ടിയിട്ട് 140 ആക്കി അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? 200ൽ 100 കുറച്ച് 100 കിട്ടി. 140ൽ നിന്ന് 60 കുറച്ച് 80 കിട്ടി. 6ൽ നിന്ന് 2 കുറച്ചു 4 കിട്ടി അല്ലേ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതി? 100ൻ്റെ സ്ഥാനത്ത് 2 കുറക്കണം 2 100 കുറക്കണം 1 100 എത്രയാണ്? 1 100. 14 10 കുറക്കണം 6 10 എത്രയാണ്? 8 10 അല്ലേ. ഇനി 6 1 കുറക്കണം 2 1 4 1. അപ്പോൾ ഉത്തരം എത്രയാണ്? 184 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കിച്ചു അബാക്കസിൽ ഉണ്ടാക്കിയ സംഖ്യ 876 ആണ്. ചിപ്പി ഉണ്ടാക്കിയത് 697 ആണ്. ചിപ്പിയുടെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ? അപ്പോൾ 697നോട് എത്ര കൂട്ടിയാൽ 876 ആകുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ. 697നെ നമ്മൾക്ക് 700 ആക്കാൻ വേണ്ടി അതിനോട് 3 കൂട്ടിയിട്ട് 700 ആക്കി അല്ലേ. 697 കൂട്ടണം 3 ആണ് 700. ഇനി 700നോട് എത്ര കൂട്ടിയാലാണ് 876 ആകുക? 176 കൂട്ടുമ്പോഴാണ് 876 ആകുക അല്ലേ. അപ്പോൾ എത്രയാണ് ശരിക്കും കൂട്ടിയത്? 3 കൂട്ടണം 176. 3 കൂട്ടണം 176 എത്രയാണ്? 179 ആണ് കൂട്ടിയത് അല്ലേ. അപ്പോൾ 697നോട് എത്ര കൂട്ടിയിട്ടാണ് 876 ആക്കിയത്? 179 കൂട്ടിയിട്ടാണ് 876 ആക്കിയത് അല്ലേ.
അപ്പോൾ ചിപ്പിയുടെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ? 179 കൂടുതലാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിൽ 13 മുത്തുകളുണ്ട്. അവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതുക. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 13 മുത്തുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കാണുക, പിന്നെ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കാണുക, അവ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഫസ്റ്റ് നമ്മൾക്ക് ഏറ്റവും വലിയ സംഖ്യ കാണാം, വലിയ മൂന്നക്ക സംഖ്യ കാണാം. അപ്പോൾ മൂന്നക്ക സംഖ്യ അബാക്കസിൽ വരക്കാൻ വേണ്ടി 3 സ്ഥാനങ്ങൾ വേണം അല്ലേ? 3 സ്ഥാനങ്ങൾ കൊടുക്കാം. ഇനി നമ്മൾക്കറിയാം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 ആണെന്ന് അറിയാം. പക്ഷേ ഈ 999 നമ്മൾക്ക് ഈ അബാക്കസിൽ വരക്കണമെങ്കിൽ എന്ത് വേണം? 9 9 18 9 27 മുത്തുകൾ വേണം അല്ലേ? പക്ഷേ നമ്മുടെ കയ്യിൽ 13 മുത്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 മുത്തുകൾ വെച്ചിട്ടാണ് നമ്മൾക്ക് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മൂന്നക്ക സംഖ്യയുടെ ഏറ്റവും വലിയ സ്ഥാനം 100ൻ്റെ സ്ഥാനമാണ്. ഈ 100ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കല്ലുകൾ 9 എണ്ണമാണ്. ആ 9 എണ്ണവും നമുക്ക് 100ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 9 എണ്ണം നമ്മൾക്ക് 13ൽ നിന്ന് 9 എടുക്കാൻ പറ്റും. അപ്പോൾ 9 എണ്ണം ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി 13ൽ ബാക്കിയുള്ള എത്രയാണ്? 4 എണ്ണമാണ്. ആ 4 എണ്ണം എന്ത് ചെയ്യാം? അടുത്ത വലിയ സ്ഥാനം 10ൻ്റെ സ്ഥാനമാണ്. അപ്പം ആ 4 എണ്ണവും അടുത്ത വലിയ സ്ഥാനമായി 10ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി, കാരണം 1ൻ്റെ സ്ഥാനം ചെറിയ സ്ഥാനമാണ്, ഏറ്റവും ചെറിയ സ്ഥാനമാണ്. അപ്പം നമുക്ക് വലിയ സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത് കൊണ്ട് എന്ത് ചെയ്യാം? വലിയ സ്ഥാനങ്ങളിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കല്ലുകൾ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 13 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് 940. നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ നോക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കാണാനും അബാക്കസിൽ 3 സ്ഥാനങ്ങൾ വരക്കുക. ഇനി ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ വരുന്നത് ഏതാണ്? 100 വരുന്നത് അല്ലേ? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100 നമ്മൾക്കറിയാം. പക്ഷേ ഈ 100ൽ അബാക്കസിൽ ഒരു മുത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ 13 മുത്തുകളുണ്ട്. 13 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ വലിയ മൂന്നക്ക സംഖ്യ ആകുമ്പോഴേ നമ്മൾ വലിയ സ്ഥാനമായ 100ൻ്റെ സ്ഥാനത്ത് മാക്സിമം 9 മുത്തുകളും ഇട്ട് കൊടുത്തു. നമ്മൾക്ക് ഇനിയിപ്പോൾ ചെറിയ മൂന്നക്ക സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ ചെറിയ സ്ഥാനമായി 1ൻ്റെ സ്ഥാനത്ത് ഫസ്റ്റിൽ എന്ത് ചെയ്യാം? മാക്സിമം വരുന്ന 9 മുത്തുകൾ ഇട്ട് കൊടുക്കാം. മാക്സിമം ഒരു അബാക്കസിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന 9 മുത്തുകളും 1ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ചെറിയ നമ്പർ കിട്ടും അല്ലേ? ഇനി മൂന്നക്ക സംഖ്യ ആകുമ്പോഴേ നമ്മൾക്ക് 100ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 3 സ്ഥാനങ്ങൾ വേണം. അപ്പം ഒരു കല്ല നിർബന്ധമായിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് 100ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ 9 1 10 ആയില്ലേ? ഇനി ബാക്കി വരുന്ന 3 എണ്ണം എന്ത് ചെയ്യാം? 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. കാരണം ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 9 മാത്രമേ കൊടുക്കാൻ പറ്റൂ അല്ലേ? അതുകൊണ്ട് ബാക്കി വരുന്ന 3 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. അപ്പോൾ സംഖ്യ ഏതാണ്? 139 ആണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 13 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇനി നമ്മൾക്ക് കാണേണ്ടത് വ്യത്യാസമാണ്. അപ്പോൾ വലിയ മൂന്നക്ക സംഖ്യ 940, ചെറിയ മൂന്നക്ക സംഖ്യ 139 അല്ലേ? ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണം. അപ്പോൾ കുറക്കുന്നതിന് പകരമായിട്ട് നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് എങ്ങനെയാണ് പഠിച്ചത്? 139നോട് എത്ര കൂട്ടിയാൽ 940 ആകുമെന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 139നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 140 ആകും. ഇനി 140നോട് 800 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 940 കിട്ടും അല്ലേ? അപ്പോൾ എത്രയാണ് കൂട്ടിയത്? 801 കൂട്ടിയല്ലേ? മൊത്തം 139നോട് 801 കൂട്ടിയിട്ടാണ് 940 കിട്ടിയത്. അതായത് 940ൽ നിന്ന് 139 കുറച്ചാൽ എത്രയാണ് കിട്ടുക? വ്യത്യാസം 801 ആയിരിക്കും അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ശരിയായ ഉത്തരം ഏതാണ്? 761 കുറക്കണം 380 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. 400നും 500നും ഇടയിൽ, 400നും 420നും ഇടയിൽ, 380നും 400നും ഇടയിൽ, 350നും 380നും ഇടയിൽ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ഇടണം. അതിനുവേണ്ടി എന്ത് കാണണം? 761ൽ നിന്ന് 380 കുറച്ച് നോക്കണം അല്ലേ? അപ്പോൾ 761ൽ നിന്ന് 380 കുറക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം? 380നോട് എത്ര കൂട്ടിയാൽ 761 ആകുമെന്ന് നോക്കിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ 380നോട് എത്ര കൂട്ടിയാൽ നമ്മൾക്ക് 400 ആക്കാം? 20 കൂട്ടിയിട്ട് 400 ആക്കാം അല്ലേ? ഇനി ഈ 400നോട് എത്ര കൂട്ടിയാൽ 761 അല്ലേ നമ്മൾക്ക് ആക്കേണ്ടത്? 400നോട് എത്ര കൂട്ടിയാൽ 761 ആക്കാം? 361 കൂട്ടിയാൽ നമുക്ക് 761 കിട്ടുമല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ടോട്ടൽ എത്ര കൂട്ടി? ഫസ്റ്റിൽ 380നോട് 20 കൂട്ടി, പിന്നെ 361 കൂട്ടി. അപ്പോൾ ടോട്ടൽ 381 കൂട്ടിയല്ലേ? അപ്പോൾ എത്രയാണ് നമ്മൾ കൂട്ടിയത്? 381. അപ്പോൾ 761ൽ നിന്ന് 380 കുറച്ചാൽ എത്രയാണ് വരിക? 381 ആണ് കിട്ടുക അല്ലേ? ഇനി ഈ 381 ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരിക? 400നും 500നും ഇടയിലല്ല അല്ലേ? അപ്പോൾ അത് ശരിയല്ല. 400നും 420നും ഇടയിലുമല്ല.
ഇനി 380-നും 400-നും ഇടയിലാണ് അല്ലേ. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ 3 ആണ്, മൂന്നാമത്തെയാണ്. അപ്പോൾ എൻ്റെ ഉത്തരം ഏതാണ്? 380-നും 400-നും ഇടയിൽ. 380-നും 400-നും ഇടയിൽ. നെക്സ്റ്റ് കുറച്ച് നോക്കാം. 8 കുറക്കണം 1 7 ആണ്. അപ്പോൾ 88 കുറക്കണം 11 എത്രയായിരിക്കും? 77 ആയിരിക്കും. 888 കുറക്കണം 111 777 ആണ്. 8888 കുറക്കണം 1111 7777 ആണ്. ഓക്കെ. നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ സമ്മാനം നേടാം. ഇന്നത്തെ കളിയിൽ കിച്ചുവിനും കൂട്ടുകാർക്കും ഒപ്പം കിച്ചുവിൻ്റെ ചേച്ചി അമ്മുവും കൂടി. അപ്പോൾ ഇവരുടെ കൂടെ അമ്മുവും കളിക്കാൻ കൂടി. അമ്മു പറയുകയാണ് എല്ലാവർക്കും ഞാൻ സമ്മാനം തരാം. സമ്മാനം എങ്ങനെ കിട്ടും? സമ്മാനം കിട്ടാനുള്ള വഴി ആൽമര ചുവട്ടിലുണ്ട്. അപ്പോൾ ആൽമര ചുവട്ടിൽ ഒരു കടലാസ് ഉണ്ട്. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? 3542 എത്ര കൂട്ടിയാൽ 3798 കിട്ടും. ഇത് കാണാൻ വേണ്ടി കിച്ചു എന്ത് ചെയ്തു? ഫസ്റ്റിൽ 3542 8 കൂട്ടിയിട്ട് 3550 ആക്കി. അതിനോട് 50 കൂട്ടി 3600 ആക്കി. അതിനോട് 100 കൂട്ടി 3700 ആക്കി. 3798 കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 3700 വീണ്ടും 98 കൂട്ടിയിട്ട് 3798 ആക്കി. അപ്പോൾ ആ ടോട്ടൽ ആകെ എത്ര കൂട്ടി കിച്ചു? 8ഉം 50ഉം 100ഉം 98ഉം എത്രയാണ്? 256 ടോട്ടൽ കൂട്ടിയത് അല്ലേ. അപ്പോൾ 3798 നിന്ന് 3542 കുറച്ചപ്പോൾ കിച്ചുവിന് എത്രയാണ് കിട്ടിയത്? 256 കിട്ടിയത്. ഇനി സമ്മാനം കിട്ടാനുള്ള അടുത്ത സൂചന വീടിൻ്റെ മുറ്റത്തുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? 5849-ഉം 2617 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതിൽ നിന്ന് 5849 നിന്ന് 2617 കുറക്കുക. എത്രയാണ് കിട്ടുക? 9-ൽ നിന്ന് 7 കുറച്ചാൽ 2, 4-ൽ നിന്ന് 1 കുറച്ചാൽ 3, 8-ൽ നിന്ന് 6 കുറച്ചാൽ 2, 5-ൽ നിന്ന് 2 കുറച്ചാൽ 3 അല്ലേ. ഓക്കെ. അപ്പോൾ എത്രയാണ് ഉത്തരം? 3232. ഇനി അമ്മ എന്താണ് പറയുന്നത്? കിട്ടിയ സംഖ്യ ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും. അപ്പോൾ കിട്ടിയ സംഖ്യ 3232 ആണ്. 3232 ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതാം? 3000, 2 100, 3 10, 2 1 എന്നിവ ചേരുന്ന സംഖ്യ എന്താണ്? ഉത്തരം എന്താ കിട്ടുക? 3232 അല്ലേ. അതേപോലെ അടുത്ത ചോദ്യം എന്താണ്? ഡാഷ് ഡാഷ് എന്നിവ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? അപ്പോൾ 3232 ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം നമ്മൾക്ക്? 3200-ഉം 32-ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 3232 അല്ലേ. കൂടുതൽ ചോദ്യങ്ങൾ എങ്ങനെ എഴുതാം? 3000-ഉം 232-ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? 3232 ആണല്ലേ. ഇനി എന്തെഴുതാം? 5849-ൽ നിന്ന് 2617 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? 3232 ആണല്ലേ. ഇതുപോലെ നിങ്ങൾ 3232 ഉത്തരം കിട്ടുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ. നെക്സ്റ്റ് സമ്മാനം. 2837-ൻ്റെയും 524-ൻ്റെയും വ്യത്യാസം എത്രയാണ്? അപ്പോൾ 2837 കുറക്കണം 524 കാണുക. എത്രയാണ് കിട്ടുക? 2313 അല്ലേ. ഇതിനി അബാക്കസിൽ വരക്കാം. 2313 വരക്കേണ്ടത് അല്ലേ. അപ്പോൾ 1000-ൻ്റെ സ്ഥാനത്ത് 2 മുത്തുകൾ കൊടുക്കുക. 100-ൽ 3 മുത്തുകൾ. നെക്സ്റ്റ് 10 1 1-ൽ 3. അപ്പോൾ നമ്മൾ 2837-ൻ്റെയും 524-ൻ്റെയും വ്യത്യാസം 2313 കിട്ടി. അത് നമ്മൾ അബാക്കസിൽ കാണിച്ചു അല്ലേ. ഓക്കെ. നെക്സ്റ്റ് കണക്ക് പെട്ടി. കണക്ക് പെട്ടിയിലെ സമചരക്കൂട്ടങ്ങളുമായി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ കിച്ചു ആൽമര ചുവട്ടിലെത്തി. ചിത്രം നോക്കൂ. നിങ്ങൾ ഈ ചിത്രം നോക്കുക. ഇതിൽ എത്ര 1000 ഉണ്ട്, എത്ര 100 ഉണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 1 ഉണ്ട്, സംഖ്യ എന്താണ്? ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ ഈ ചിത്രം നോക്കുക. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു സമചരത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ ക്ലിയർ ആകുന്നില്ല. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കുക. ഈ ഒരു സമചരത്തിൽ ചെറിയ 10 സമചരങ്ങൾ ഒരു വരിയിൽ തന്നെ ഉണ്ടല്ലേ. അങ്ങനെയുള്ള 10 വരികളുണ്ടല്ലേ. അപ്പോൾ ഒരു വരിയിൽ 10 എണ്ണം ഉണ്ട്. 10 വരികൾ ഉണ്ടാകുമ്പോൾ 10 ഗുണിക്കണം 10 അല്ലേ. ഒരു വരിയിൽ 10 ഉണ്ട്. ഇങ്ങനെയുള്ള 10 വരികളുണ്ട്. അപ്പോൾ 10 ഗുണിക്കണം 10 100 ചെറിയ സമചരങ്ങൾ ഈ ഒരു വലിയ സമചരത്തിലുണ്ട്. ഇനി ഇതിലും 100 എണ്ണം ഉണ്ട്. ഇതിലും 100 എണ്ണം ഉണ്ട്. അപ്പോൾ 100കൾ എത്രയാണ്? 3 100കളുണ്ട് അല്ലേ. ഇനി മുകളിൽ നോക്കൂ. മുകളിൽ ഇങ്ങനെയുള്ള ഒന്നിൽ തന്നെ 100 ഉണ്ടല്ലേ. ഇങ്ങനെയുള്ള 10 സമചരങ്ങൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എത്രയാണ്? 10 വലിയ സമചരമുണ്ട്. ആ ഒരു വലിയ സമചരത്തിൽ 100 ചെറിയ സമചരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ 10 ഗുണിക്കണം 100 1000 സമചരങ്ങൾ ഒരു സ്റ്റാക്കിലുണ്ട്. ഇനി ഇതിലും 1000 ഉണ്ട്. അപ്പോൾ എത്ര 1000 ഉണ്ട്? 2000. ഇനി 10കൾ ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിൽ നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 10 ചെറിയ സമചരങ്ങൾ ഈ ഒന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ 10ൻ്റെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 10കളുണ്ട്. 3 1കളുണ്ട്. ഇനി നമ്മൾക്ക് കിട്ടിയല്ലോ. ഇതിൽ എത്ര 1000 ഉണ്ട്? 2000 ഉണ്ട്. എത്ര 100 ഉണ്ട്? 3 100 ഉണ്ട്. എത്ര 10 ഉണ്ട്? 4 10 ഉണ്ട്. എത്ര 1 ഉണ്ട്? 3
ഒന്നുണ്ട്. അപ്പം സംഖ്യ എന്താണ്? 2343 സംഖ്യ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതിൽ 1251 സമചതുരങ്ങൾക്ക് മിന്നി നിറം നൽകി. നിങ്ങളും അതുപോലെ 1251 മാത്രം കളർ കൊടുത്താൽ മതി. ടോട്ടൽ 2343 ഉണ്ട്. അപ്പോൾ ഇതിന് തികച്ചും കൊടുക്കേണ്ടതില്ല. 1251 എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു 1000 മാത്രം കളർ കൊടുക്കുക. പിന്നെ 100ൽ 1200 ആണ് അല്ലേ, 2 100ന് കൊടുക്കുക. അപ്പോൾ 2343ൽ 3 100 ഉണ്ടായിരുന്നു അല്ലേ, അത് ഒരു 100ന് എന്താക്കി മാറ്റി? 10 10കളാക്കി ഇവിടെ താഴെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ 5 10ന് കളർ കൊടുക്കേണ്ടതുണ്ട്. മുകളിൽ 4 10 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 5 10 കിട്ടാൻ വേണ്ടി ഒരു 100ൻ്റെ കട്ടയെ എന്ത് ചെയ്തു? 10 10 എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ 5 എണ്ണം എണ്ണിയിട്ട് 5 എണ്ണത്തിന് മാത്രം കളർ കൊടുക്കുക. ഇനി 1ന് മാത്രം കളർ കൊടുക്കുക. ഓക്കെ. ഇനി നിറം കൊടുക്കാത്ത സമചതുരങ്ങൾ 1000ൻ്റെ എണ്ണം എത്രയാണ്? നിറം കൊടുക്കാത്ത 1000 എത്രയുണ്ട്? 1 അല്ലേ, 1. അപ്പോൾ 1000ൻ്റെ എണ്ണം 1. 100ൻ്റെ എണ്ണം നിറം കൊടുക്കാത്തത് എത്രയാണ്? ഇല്ല അല്ലേ, 0 ആണ്. ഇനി 10ൻ്റെ എണ്ണം നിറം കൊടുക്കാത്തത് എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. അപ്പം 10ൻ്റെ എണ്ണം 9 ആണ്. ഇനി 1ൻ്റെ എണ്ണം നിറം കൊടുക്കാത്തത് 2 എണ്ണം ഉണ്ട് അല്ലേ. 1ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ, 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ 1ൻ്റെ എണ്ണം 2 ആണ്. സംഖ്യ എന്താണിത്? 1092 ആണ് സംഖ്യ. അപ്പോൾ 1092 സമചതുരങ്ങൾ കളർ കൊടുക്കാത്തതായിട്ട് ബാക്കിയുണ്ട് അല്ലേ. ഇനി ഇത് കുറച്ച് നോക്കൂ നിങ്ങൾ. എങ്ങനെയാണ്? 2343 സമചതുരങ്ങളാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അല്ലേ. ഇതിൽ നിന്ന് 1251 നമ്മൾ കളർ കൊടുത്തു. ഇനി ബാക്കി വരുന്ന നമ്മൾക്ക് കുറച്ച് നോക്കാം. 2343ൽ നിന്ന് 1251 കുറക്കുക. അപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 2 ആണ്. 4ൽ നിന്ന് 5 കുറക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഈ 100 3 100 ഉണ്ടായിരുന്നല്ലേ, ഇവിടെ 3 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 100ൽ നിന്ന് ഒരു 100 ഇപ്പുറത്തേക്ക് എടുത്തു, 10 10 ആക്കി. അപ്പോൾ 14ൽ നിന്ന് 5 കുറച്ചാൽ 9 ആണ്. ഇനി 2ൽ നിന്ന് 2 കുറച്ചാൽ 0 ആണ്. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. 1092 തന്നെയാണ് കുറച്ചപ്പോഴും കിട്ടുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് കുറക്കാം. സമചതുരക്കൂട്ടങ്ങൾ ഉപയോഗിച്ച് 3625ൽ നിന്നും 1812 കുറക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്തില്ലേ, ഫസ്റ്റിൽ എന്ത് ചെയ്തു? 2343 സമചതുരങ്ങൾ നമ്മൾ വരച്ചു. അതിൽ നിന്ന് 1251ന് മാത്രം കളർ കൊടുത്തല്ലേ. അതേപോലെ നിങ്ങൾ 3625 സമചതുരങ്ങൾ ഇങ്ങനെ മുകളിൽ കാണിച്ച അതേ രീതിയിൽ നിങ്ങൾ വരക്കുക. അതിൽ നിന്ന് 1812ന് മാത്രം കളർ കൊടുക്കുക. ബാക്കി എത്ര കിട്ടുമെന്ന് നോക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ കുറച്ചിട്ടും നോക്കുക. അപ്പം നമ്മൾക്കിവിടെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 3625 കുറക്കണം എത്രയാണ്? 1812 അല്ലേ. എങ്ങനെയാണ് ഇത് കുറക്കുക? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണ്. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. 6ൽ നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ 3000 ഉള്ളത് 2000 ആക്കി മാറ്റി. അപ്പോൾ ഇതിനെന്ത് ചെയ്തു? 10 100 ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തല്ലേ. അപ്പോൾ ഇവിടെ 16 ആകും. 16ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 8 തന്നെയാണ്. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. അപ്പോൾ എത്രയാണ് കിട്ടുക? 1813 ആണ് കിട്ടുക. അപ്പം നിറം കൊടുക്കാത്ത സമചതുരങ്ങൾ ബാക്കി 1813 സമചതുരങ്ങൾ ബാക്കി ഉണ്ടാകും. അപ്പോൾ വരക്കുന്നതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് വരച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ഞാൻ 5000നും 8000നും ഇടയിലാണ്. ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ്. ഞാൻ ആര്? അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്താണ്? ഞാൻ 5000നും 8000നും ഇടയിലാണ് അല്ലേ. അപ്പോൾ 5000നും 8000നും ഇടയിലുള്ള വരുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഒന്നെങ്കിൽ 5000 വരുന്ന സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ 6000 വരുന്ന സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ 7000 വരുന്ന സംഖ്യ ആയിരിക്കും. 8000 വരുന്ന സംഖ്യ എടുക്കാൻ പറ്റില്ല അല്ലേ, കാരണം 5000നും 8000നും ഇടയിൽ വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ 8000 വരുമ്പോൾ 8000ന് കൂടുതലായി അല്ലേ. അപ്പോൾ ഈ 3 ഓപ്ഷൻ മാത്രമേ നമ്മൾക്ക് എടുക്കാൻ പറ്റൂ. പിന്നെ രണ്ടാമത്തെ ക്ലൂ എന്താണ്? ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി നോക്കുക, തുടർച്ചയായ 4 അക്കങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ സംഖ്യയിൽ തുടർച്ചയായ 4 അക്കങ്ങളാണ്. അപ്പം 5000 വരുന്നത് എങ്ങനെ വരും? 5 6 7 8. ഇതാണ് തുടർച്ചയായ 4 അക്കങ്ങൾ. അപ്പം 5678 ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ 6ൽ തുടങ്ങിയിട്ട് 6 7 8 9 തുടർച്ചയായ 4 അക്കങ്ങളായി അല്ലേ. അപ്പോൾ 6789 ആയിരിക്കും. അല്ലെങ്കിലോ 7 8 9 10. ഇതെടുക്കാൻ പറ്റില്ല അല്ലേ, കാരണം ഇവിടെ 5 അക്കങ്ങൾ വന്നു അല്ലേ. 4 അക്ക സംഖ്യയാണല്ലോ നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ 5 അക്കം ഉള്ളത് പറ്റില്ല. അപ്പോൾ ഇതിന് നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ 2 കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 6789 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായിരിക്കും സംഖ്യ? 5678 ആയിരിക്കും സംഖ്യ. അപ്പോൾ ഞാൻ ആരാണ്? 5678. ഓക്കെ. നെക്സ്റ്റ് വൈദ്യുതി ബില്ല്. കിച്ചുവിൻ്റെ വീട്ടിൽ ഈ മാസത്തെ വൈദ്യുതി റീഡിങ് 4526 ആണ്. അപ്പോൾ മുൻപത്തെ മാസത്തെ റീഡിങ് 3845 ആണ്. കിച്ചുവിൻ്റെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കാക്കിയ രീതി നോക്കൂ. അപ്പോൾ വൈദ്യുതി ഉപയോഗം എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഈ 4526ൽ നിന്ന് 3845 കുറക്കണം അല്ലേ.
അപ്പം കിച്ചു എങ്ങനെയാണ് കണ്ടത്? രീതി 1 നോക്കുക. 4526 നിന്ന് 3845 കുറക്കുന്നതിന് പകരം എന്ത് ചെയ്തു? 3845നോട് ആദ്യം 5 കൂട്ടിയിട്ട് 3850 ആക്കി. ഇതിനോട് 50 കൂട്ടിയിട്ട് 3900 ആക്കി. 3900ൻ്റെ കൂടെ 100 കൂട്ടിയിട്ടാകുമ്പോൾ 4000 ആയി. 4000ൻ്റെ കൂടെ 526 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 4526 കിട്ടിയല്ലേ? അപ്പോൾ എത്രയാണ് കൂട്ടിയത്? മുൻ മാസത്തെ റീഡിങ് എത്രയാണ് ഉണ്ടായിരുന്നത്? 3845 ആണ്. ഇതിനോട് 5ഉം 50ഉം 100ഉം 526ഉം ടോട്ടൽ 681 കൂട്ടുമ്പോഴാണ് 4526 ആയതല്ലേ? അപ്പോൾ കിച്ചു 4526 നിന്ന് 3845 കുറക്കുന്നതിന് പകരം എന്ത് ചെയ്തു? 3845നോട് 5ഉം 50ഉം 100ഉം 526ഉം അതായത് ടോട്ടൽ 681 കൂട്ടിയിട്ട് 4526 കണ്ടെത്തി. അതായത് 4526 നിന്ന് 3845 കുറച്ചപ്പോൾ കിച്ചുവിന് 681 ഉത്തരം കിട്ടിയല്ലേ? അപ്പോൾ അവൻ്റെ ഈ മാസത്തെ ഉപയോഗം എത്രയാണ്? 681 യൂണിറ്റ് ആണ്. ഓക്കെ. ഇനി രീതി 2ൽ കിച്ചു എന്ത് ചെയ്തു? 4526ന് 4000 500 20 6 എന്ന് എഴുതി. 3845ന് 3000 കൂട്ടണം 800 കൂട്ടണം 40 കൂട്ടണം 5 എന്ന് എഴുതി അല്ലേ? 4526ന് 3845 ആണ് കുറക്കേണ്ടത്. അപ്പോൾ കിച്ചു എങ്ങനെയാണ് കുറച്ചത്? 6ൽ നിന്ന് 5 കുറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ 20ൽ 40 കുറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ കിച്ചു എന്ത് ചെയ്തു? ഈ 500ൽ നിന്ന് ഒരു 100 ഇപ്പുറത്തേക്ക് എടുത്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 400 ആയപ്പോൾ ഇവിടെ 120 ആയി. 120ൽ നിന്നാണ് 40 കുറക്കുന്നത്. ഇനി എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റെപ്പിൽ 400ൽ നിന്ന് 800 ആണ് കുറക്കേണ്ടത്. അപ്പോൾ 400ൽ നിന്ന് 800 കുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് കിച്ചു എന്ത് ചെയ്തു? വീണ്ടും ഈ 4000ന് 1000 ഇവിടെ കടമെടുത്തു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 3000 ആയി, ഇവിടെ 1400 ആയി അല്ലേ? അപ്പോൾ ശരിക്കും കിച്ചു എങ്ങനെയാണ് കുറച്ചത്? 6ൽ നിന്ന് 5 കുറച്ചു 1 കിട്ടി. 120ൽ നിന്ന് 40 കുറച്ച് 80 കിട്ടി. 1400ൽ നിന്ന് 800 കുറച്ച് 600 കിട്ടി അല്ലേ? 681 അങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇവിടെ കുറച്ച് നോക്കുക നിങ്ങൾ. 4526ന് ഇങ്ങനെ എഴുതിയല്ലേ? 3000 14 100 12 10 6 1 എന്ന് എഴുതി. 3845ന് 3845 അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൽ നിന്ന് കുറച്ചു 681 കിട്ടിയല്ലേ? അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലാണ് ഇനി മുതൽ കുറയ്ക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് മീറ്റർ റീഡിങ്. കിച്ചുവിൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെ മീറ്റർ റീഡിംഗ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിപ്പിയുടെ വീട്ടിലെ മീറ്റർ റീഡിംഗ് ഫെബ്രുവരിയിൽ 4215 ആണ്, ഏപ്രിൽ 4826 ആണ്. അപ്പോൾ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ 4826ൽ നിന്ന് 4215 കുറക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. 4826 കുറക്കണം 4215 അല്ലേ? 6ൽ നിന്ന് 5 കുറച്ചാൽ 1 ആണ്, 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്, 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ആണ്, 4ൽ നിന്ന് 4 കുറച്ചാൽ 0 അല്ലേ? അപ്പോൾ എത്രയാണ്? 611 ആണ് ചിപ്പിയുടെ വീട്ടിലത്തെ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം അല്ലേ? നെക്സ്റ്റ് അടുത്തത് ജീനയുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം. അപ്പോൾ ഏപ്രിൽ മാസത്തെ തന്നിട്ടുണ്ട്, ഈ 2 മാസത്തെ ഉപയോഗവും തന്നിട്ടുണ്ട് അല്ലേ? 400 ആണ്. അപ്പം ഫെബ്രുവരി മാസത്തെ കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഏപ്രിൽ മാസത്തെ റീഡിങ്ങിൽ നിന്ന് ഈ 2 മാസം ഉപയോഗിച്ച യൂണിറ്റ് കുറക്കുക അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ഫെബ്രുവരി മാസത്തെ റീഡിങ് കിട്ടും. 5278ൽ നിന്ന് 400 കുറക്കുക. നമ്മൾക്ക് കുറച്ച് നോക്കാം. 100 അപ്പോൾ 8ൽ നിന്ന് 0 കുറക്കാം അല്ലേ? 8 തന്നെയാണ്. 7ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 7 തന്നെയാണ്. ഇനി 2ൽ നിന്ന് 4 കുറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ 5000 ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1000 ഇപ്പുറത്തേക്ക് എടുക്കുക. ഇവിടെ 5 മാറിയിട്ട് 4000 ആകും. അപ്പോൾ ഇവിടെ 12 വരും. 12ൽ നിന്ന് 6 കുറച്ചാൽ 8 ആണ്. ഇനി ബാക്കി ഇവിടെ 4 ഉണ്ട് അല്ലേ? അപ്പോൾ 4878 ആണ് ഫെബ്രുവരി മാസത്തെ റീഡിങ്. ചീനയുടെ ഫെബ്രുവരി മാസത്തെ റീഡിങ് 4878. ഇനി ഫാരിസിൻ്റെത് ഫെബ്രുവരി മാസം 6970 ആണ്, ഏപ്രിൽ 7340 ആണ്. അപ്പോൾ 7340 ഏപ്രിൽ മാസത്തിൽ നിന്ന് ഫെബ്രുവരി മാസത്തിൽ കുറക്കണം അല്ലേ? അപ്പോൾ 7340 കുറക്കണം 6970. 0ൽ നിന്ന് 0 കുറച്ചാൽ 0 ആണ്. 4ൽ നിന്ന് 7 കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ 3 100ൽ നിന്ന് ഒരു 100 ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ 14 10 ആയി. 14 10ൽ നിന്ന് 7 10 കുറച്ചാൽ 7 10 ആണ്. അപ്പോൾ ഇവിടെ എത്രയാകും? ഇവിടെ 1 എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 ആണ് ഇവിടെ വരിക. അപ്പോൾ 2ൽ നിന്ന് 9 കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഈ 1000ൽ നിന്ന് 7000ൽ നിന്ന് ഒരു 1000 ഇവിടത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി 6000 ആകും. അപ്പോൾ ഇവിടെ 12ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാണ്? 3 ആണല്ലേ? അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുക? 370 ആണ് റീഡിങ് വരുന്നത്. ഓക്കെ, 370. ഇനി മിന്നിയുടേത് ഫെബ്രുവരി മാസത്തെ റീഡിങ് 5870 തന്നിട്ടുണ്ട്. 2 മാസത്തെ ഉപയോഗവും തന്നിട്ടുണ്ട് 395 ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്താണ് കാണേണ്ടത്. അപ്പോൾ ഏപ്രിൽ മാസത്തെ കാണാൻ വേണ്ടി കുറയ്ക്കുകയല്ല വേണ്ടത്. 5870നോട് 395 കൂട്ടുക. കൂട്ടി നോക്കാം. 6265 ആണ് കിട്ടുക. അപ്പോൾ മിന്നിയുടെ ഏപ്രിൽ മാസത്തെ ഉപയോഗം 6265. ഓക്കെ. ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച ആരുടെ വീട്ടിലാണ്? ചിപ്പിയുടെ വീട്ടിലല്ലേ? 611.
യൂണിറ്റ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് എത്രയാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലത്തെ റീഡിംഗ് എത്രയാണെന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സർക്കസ്. കിച്ചുവും കുടുംബവും സർക്കസ് കാണാൻ പോയി. അപ്പോൾ ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് 90 രൂപയും മുതിർന്നവർക്ക് 150 രൂപയാണ്. കിച്ചുവും കുടുംബവും ടിക്കറ്റ് എടുത്തു. അപ്പോൾ 4 പേരുടെ ടിക്കറ്റിന് എത്ര രൂപയാകും? അച്ഛനും അമ്മയും ഉണ്ട്. അപ്പം ഒരു മുതിർന്നവർക്ക് 150 രൂപയാണ് അല്ലേ. അപ്പോൾ 2 മുതിർന്നവർക്ക് 150 കൂട്ടണം 150 എത്രയാണ്? 360 രൂപയാകും അല്ലേ. അപ്പോൾ കുട്ടികളുടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ. ഒരു കുട്ടിക്ക് 90 അപ്പോൾ 2 കുട്ടിക്ക് 2 90 150 ഈ 160ഉം ഈ 360 150 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 540 കിട്ടുക. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാകും? 540 രൂപ ടിക്കറ്റിനാകും. ഇനി 500 രൂപയുടെ 2 നോട്ട് കൗണ്ടറിൽ കൊടുത്തു, അതായത് 1000 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടി? അപ്പോൾ എന്ത് ചെയ്യുക? 1000-ൽ നിന്ന് 540 കുറക്കുക അല്ലെ. 1000 കുറക്കണം 540 എത്രയാണ്? 0 കുറച്ചാൽ 0. 0-ൽ നിന്ന് 4 കുറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുന്ന് 1 എടുത്തു. ഇവിടെ 9 ആകും, ഇവിടെ 10 ആകും. അപ്പോൾ 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, ഇവിടെ 9-ൽ നിന്ന് 5 കുറച്ചാൽ 4 അല്ലേ. 460 രൂപയാണ് ബാക്കി കൊടുക്കുക. അപ്പോൾ ബാക്കി എത്ര രൂപ കിട്ടി? 460 രൂപ കിട്ടി അല്ലേ. ഇനി ഇത് കുറച്ചത് നിങ്ങൾ രീതി 1-ൽ കുറച്ചിരിക്കുന്ന നോക്കുക, രീതി 2-ൽ കുറച്ചിരിക്കുന്ന നോക്കുക, രീതി 3-ൽ കുറച്ചിരിക്കുന്ന നോക്കുക. 0-ൽ നിന്ന് 0 കുറച്ചാൽ 0. ഇനി 10-ൽ നിന്ന് 4 കുറച്ചു, അപ്പോൾ എത്ര കിട്ടി? 6. 9-ൽ നിന്ന് 5 കുറച്ചു 4 അല്ലേ. 460. ഇനി 1000 കുറക്കണം 100 900 1000 കുറക്കണം 500 500 1000 കുറക്കണം 250 750 1000 കുറക്കണം 820 180 1000 കുറക്കണം 990 10 ഓക്കെ. നെക്സ്റ്റ് നോട്ടുകൾ നാണയങ്ങൾ. സർക്കസ് കാണാൻ പോയപ്പോൾ ബാക്കി കിട്ടിയ രൂപ നോട്ടുകളായും നാണയങ്ങളായും എഴുതുക. അപ്പോൾ ബാക്കി കിട്ടിയ രൂപ 460 രൂപയാണ്. ഈ 460 രൂപ നോട്ടുകളായും നാണയങ്ങളായും എഴുതുക. ഇപ്പോൾ ഇവിടെ 2 200 രൂപ നോട്ടുകൾ 400 രൂപയായി, 450 455 57 59 460 അല്ലേ. ഇതിൽ എത്ര നോട്ടുകളുണ്ട്? 4 നോട്ടുകളുണ്ട്. നാണയങ്ങൾ എത്രയാണ്? 3 നാണയങ്ങൾ. ഇനി 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ എത്ര നോട്ടുകൾ കിട്ടുമായിരുന്നു? അതായത് സർക്കസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള 460 രൂപ ഉണ്ടല്ലോ, അത് 100 രൂപയുടെ നോട്ടുകളും 10 രൂപയുടെ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ മൊത്തം എത്ര നോട്ടുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ 100 രൂപയുടെ 4 നോട്ടുണ്ടാകും, 10 രൂപയുടെ 6 നോട്ടുണ്ടാകും. അപ്പോൾ ടോട്ടൽ എത്ര നോട്ടുണ്ടാകും? 10 നോട്ടുകൾ ഉണ്ടാകും അല്ലേ. ഇനി ഈ തുക 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം എടുക്കണം? അപ്പോൾ ഈ തുക ഏത് തുക? ഈ 460 രൂപ 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം എടുക്കണം? അതായത് ഫസ്റ്റാക്കി 100 രൂപയുടെ 4 നോട്ടുകളും 10 രൂപയുടെ 6 നോട്ടുകളും കൂടിക്കഴിഞ്ഞാൽ 10 നോട്ടുകൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പറയാം? 200 രൂപയുടെ 1 നോട്ട്, 100 രൂപയുടെ 1 നോട്ട്, 50 രൂപയുടെ 2 നോട്ട്, 10 രൂപയുടെ 6 നോട്ട്. ടോട്ടൽ എത്രയായി? 10 അല്ലേ. നെക്സ്റ്റ് സമ്പാദ്യം. ഇന്ന് കളിനോട്ടുകൾ കൊണ്ട് കളിച്ചാലോ? കിച്ചു മിന്നി കളിനോട്ട് ഉപയോഗിച്ച് ബാങ്ക് കളിക്കുകയാണ്. പാസ്ബുക്കിൽ എഴുതിയ സംഖ്യകൾ നോക്കൂ. അപ്പോൾ കിച്ചുവിൻ്റെ പാസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് നിലവിലുള്ളത് തീയതി 14/10/2025 തുക എത്രയുണ്ട്? 5484 ഉണ്ട്. 14/10/2025 പിൻവലിച്ചു. ആ തുക ബാങ്കിൽ നിന്ന് എടുത്തു. എത്ര രൂപ എടുത്തു? 3295 രൂപ എടുത്തു. അപ്പോൾ കിച്ചുവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും 3295 രൂപ പിൻവലിച്ചു അല്ലേ. ബാക്കി എത്ര രൂപയുണ്ട് എങ്ങനെ കാണാം? ഈ 5484 നിന്ന് 3295 കുറക്കുക. കുറച്ച് നോക്കാം. അപ്പോൾ 4-ൽ നിന്ന് 5 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 എടുത്തു. ഇത് 14 ഇത് 7 അപ്പോൾ 14-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 9 ഇനി 7-ൽ നിന്ന് 9 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 എടുത്തു. ഇത് 3 ഇവിടെ 17 17-ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാണ്? 8 ഇനി എന്ത്? 3-ൽ നിന്ന് 2 കുറച്ചു 1, 5-ൽ നിന്ന് 2 കുറച്ചു 2, 2189 അല്ലേ. അപ്പോൾ കിച്ചുവിൻ്റെ പാസ്ബുക്കിൽ ഇനി ബാക്കി എത്രയുണ്ട്? 2189 രൂപ ഉണ്ടല്ലേ. ഇനി ഇത് നമ്മൾ കുറച്ചത് രീതി 1-ൽ ഒരു വഴിയിലാണ് കുറച്ചിരിക്കുന്നത്, നിങ്ങൾ നോക്കുക. രീതി 2-ൽ ഞാൻ കണക്കാക്കിയ രീതി, അതായത് നമ്മൾ ഫസ്റ്റിൽ ചെയ്തില്ലേ അതേപോലെ എഴുതി വെക്കുക. അതൊക്കെ മറ്റൊരു രീതി വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. ഇനി മിനിയുടെ പാസ്ബുക്ക് നോക്കി അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക കണക്കാക്കൂ. മിനിയുടെ പാസ്ബുക്കിൽ ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് 4971 പിൻവലിച്ച തുക 2784 അപ്പോൾ മിനിയുടെ സമ്പാദ്യത്തിന് 2784 രൂപയാണ് പിൻവലിച്ചതെങ്കിൽ ബാക്കിയുള്ള രൂപ എങ്ങനെ കാണാം? 4971 നിന്ന് 2784 കുറക്കുക. ഓക്കെ, 1-ൽ നിന്ന് 4 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 1 എടുത്തു. അപ്പോൾ 11, ഇവിടെ 6 11-ൽ നിന്ന് 4 കുറച്ചാൽ 7 ഇനി ഇവിടെ 6-ൽ നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 16 ഇവിടെ 8 16-ൽ നിന്ന് 8 കുറച്ചാൽ 8 ഇനി 8-ൽ നിന്ന് 7 കുറച്ചാൽ 1 2 2187 മിനിയുടെ സമ്പാദ്യത്തിൽ ഇനി ബാക്കിയുള്ളത് അല്ലേ. 2187. ഓക്കെ, നെക്സ്റ്റ് പസിൽ കോർണർ. സംഖ്യ എന്താണ്? ഒരു 4 അക്ക സംഖ്യയോട് 6349 കൂട്ടിയപ്പോൾ 8778 കിട്ടി. സംഖ്യ എന്താണ്? എളുപ്പമാണ് അല്ലേ. എങ്ങനെ കാണാം? 8778-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 6349 കുറക്കുക.
8ൽ നിന്ന് 9 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് 1 കടമെടുത്തു. ഇവിടെ 18ആയി, ഇവിടെ 6ആയി. 18ൽ നിന്ന് 9 കുറച്ചാൽ 9, 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 7ൽ നിന്ന് 3 കുറച്ചാൽ 4, 8ൽ നിന്ന് 6 കുറച്ചാൽ 2. 2429 സംഖ്യ. സംഖ്യ എന്താണ്? 2429. ഓക്കെ. നെക്സ്റ്റ് കച്ചവടക്കളി. പിറ്റേ ദിവസം കൂട്ടുകാർ ആൽമര ചുവട്ടിൽ കടയൊരുക്കി. പിൻവലിച്ച തുകയുമായി മിന്നിയും കിച്ചുവും കടയിലെത്തി. അപ്പം മിന്നിയും കിച്ചുവും ബാങ്കിൽ നിന്ന് തുക പിൻവലിച്ചിട്ടുണ്ട് അല്ലേ? ആ പൈസയും കൊണ്ട് അവർ കടയിലേക്ക് വന്നു. അപ്പോൾ കടയിലുള്ള ഓരോ സാധനങ്ങളുടെയും വില ഇവിടെ കാണിച്ചിരിക്കുന്നത്. കടയിൽ നിന്നും കിച്ചു എന്തൊക്കെ വാങ്ങി? ഷൂസ് വാങ്ങി, ഫുട്ബോൾ വാങ്ങി, ബാഗ് വാങ്ങി. അപ്പോൾ ഷൂസിന് എത്രയാണ് വില? ഷൂസിന് 800 രൂപയാണ്. ഫുട്ബോളിന് 950 ആണ്. ബാഗിനും 950 ആണ്. ഇനി മിന്നി എന്തൊക്കെ വാങ്ങി? ബാറ്റ് വാങ്ങി അല്ലേ? ബാറ്റിന് എത്രയാണ്? 1400 രൂപയാണ്. ഇനി കുടക്കോ 420 രൂപ. ഇനി എന്ത് ചെയ്യണം? സാധനം വാങ്ങിയ ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്, മിന്നിയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് കാണുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിൻ്റെ വില അത് ടോട്ടൽ ചെയ്യണം അല്ലേ? എത്രയാണ്? 2700 രൂപയ്ക്ക് കിച്ചു സാധനം വാങ്ങി അല്ലേ? ഇനി മിന്നി എത്ര രൂപക്കാണ് വാങ്ങിയത്? മിന്നി 1820 രൂപക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് കാണണം? കിച്ചുവിൻ്റെ കയ്യിൽ ബാക്കിയുള്ള തുക കാണണം, മിന്നിയുടെ കയ്യിൽ ബാക്കിയുള്ള തുക കാണുക. ബാക്കിയുള്ള തുക കാണാൻ വേണ്ടി കിച്ചു പിൻവലിച്ച തുക 3295 ആണ്. അതിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ കിട്ടിയത് 2700 ആണ് അല്ലേ? അപ്പോൾ 3295 കുറക്കണം 2700, എത്രയാണ് കിട്ടുക? 595 രൂപയാണ് കിച്ചുവിൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. ഇനി മിന്നിയുടെ കയ്യിലോ? 2784 രൂപയാണ് ബാങ്കിൽ നിന്നും പിൻവലിച്ചത്. സാധനങ്ങൾക്കായ വില 1820 രൂപയാണ് ആയത്, ബാറ്റിനും കുടയ്ക്കും കൂടിയിട്ട്. അപ്പോൾ 2784-ന് 1820 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 964 രൂപയാണ് മിന്നിയുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഓക്കെ. ഇനി ജീനയ്ക്ക് സൈക്കിൾ വാങ്ങണം. ജീനയുടെ കയ്യിൽ 4275 രൂപയുണ്ട്. ഇനി എത്ര രൂപ കൂടി വേണം? സൈക്കിളിൻ്റെ വില എത്രയാണ്? സൈക്കിളിൻ്റെ വില 8999 രൂപയാണ്. മുകളിലുള്ള വിലവര പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജീനയുടെ കയ്യിൽ 4275 രൂപയാണുള്ളത്. ഇനി എത്ര രൂപ കൂടി വേണം എന്ന് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇത് 4275 കുറക്കുക അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 9ൽ നിന്ന് 5 കുറച്ചാൽ 4, 9ൽ നിന്ന് 7 കുറച്ചാൽ 2, 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 8ൽ നിന്ന് 4 കുറച്ചാൽ 4 അല്ലേ? 4724. നെക്സ്റ്റ് അടുത്ത 3 സംഖ്യകൾ എഴുതൂ. 6772, 6572, 6372 കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എത്ര കുറയുന്നു എന്ന് കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്പർ 6772 നിന്ന് 6572 കുറച്ച് നോക്കുക. അപ്പോൾ എത്രയാണ് കുറച്ചാൽ കിട്ടുക? 200 ആണ് കിട്ടുക. അപ്പം 200 ആണ് കുറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കാണാൻ 6372 നിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ 6172, 5972, 5772. നെക്സ്റ്റ് 2365, 2254, 2143. ഇതും കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എത്രയാണ് കുറയുന്നത് എന്ന് കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്പർ 2365 നിന്ന് രണ്ടാമത്തെ നമ്പർ 2254 കുറച്ച് നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 1 1 1 111 കുറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 1 മാത്രം കുറച്ച് നോക്കിയാൽ പോരാ, രണ്ടാമത്തെ നമ്പറിൽ നിന്ന് മൂന്നാമത്തെ നമ്പറും കുറക്കുക. അപ്പോഴും 111 തന്നെയാണ് കിട്ടുക. അപ്പോൾ 111 ഇതിൻ്റെ വ്യത്യാസം അല്ലേ? നെക്സ്റ്റ് നമ്പർ കാണാൻ 2143 നിന്ന് 111 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 2032, 1921, 1810. നെക്സ്റ്റ് 5368, 5438, 5508. ഇത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? എത്രയാണ് കൂടുന്നത്? അപ്പോൾ കൂടുന്നത് കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്പറിൽ സെക്കൻഡ് നമ്പറല്ല കുറയ്ക്കേണ്ടത്, സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറക്കുക കൂടുമ്പോൾ. അപ്പം 5438 നിന്ന് 5368 കുറക്കുക. എത്രയാണ് കിട്ടുക? 70 കിട്ടുന്നത്. അപ്പം 70 കൂടുന്നത്. അപ്പോൾ സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസവും കുറച്ച് നോക്കിയിട്ട് കാണുക. അപ്പോഴും 70 തന്നെയാണ് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി 5508 കൂടെ 70 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 5578, 5648, 5718. ഓക്കെ. നെക്സ്റ്റ് കിച്ചുവിൻ്റെ വീട്ടിൽ ഒരു മാസത്തെ പലചരക്ക് വാങ്ങിയപ്പോൾ 5372 രൂപയായി. കയ്യിലുള്ള 3685 രൂപ കൊടുത്തു. ബാക്കി തുക UPI വഴിയാണ് കൊടുത്തത്. ഈ തുക എത്രയാണ്? എങ്ങനെ കാണും? നമ്മൾക്ക് 5372 രൂപയാണ് സാധനത്തിനായത്. 3685 രൂപ മാത്രമേ കയ്യിലുണ്ടായുള്ളൂ. ബാക്കി ഗൂഗിൾ പേ ചെയ്തതാണ്, UPI വഴി കൊടുത്തതാണ്. അപ്പോൾ എത്ര കൊടുത്തു എന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 5372 കുറക്കണം 3685. എത്രയാണ് കിട്ടുക? 2ൽ നിന്ന് 5 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 7ൽ നിന്ന് 1 എടുത്തു, 7 6 മാറി. 12ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്?
7 ഇനി 6ൽ നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പോൾ 3ൽ നിന്ന് 1 എടുത്തു. ഇവിടെ 16 ഇവിടെ 2 16ൽ നിന്ന് 8 കുറച്ചാൽ 8 ഇനി 2ൽ നിന്ന് 6 കുറക്കാൻ പറ്റില്ല. അപ്പോൾ 5ൽ നിന്ന് 1 എടുത്തു. അപ്പോൾ ഇവിടെ 12 ഇവിടെ 4 12ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 6 4ൽ നിന്ന് 3 കുറച്ചാൽ 1 എത്രയാണ് UPI വഴി കൊടുത്തത്? 1687 രൂപ. അപ്പോൾ UPI വഴി കൊടുത്ത തുക എത്രയാണ്? 1687 രൂപ. നെക്സ്റ്റ് 8000ഉം 27 10ഉം 5 1ഉം ചേർന്ന സംഖ്യയിൽ നിന്നും 43 100ഉം 57 10ഉം ചേർന്ന സംഖ്യ കുറയ്ക്കുക. ചോദ്യം വായിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. എന്താണ് കുറയ്ക്കേണ്ടത്? 8000ഉം 27 10ഉം 5 1ഉം ചേർന്ന സംഖ്യയിൽ നിന്ന് കുറക്കണം അല്ലേ? അപ്പോൾ 8000 എത്രയാണ്? 8000 27 10 270 5 1 5 അപ്പോൾ ഏതാണ് സംഖ്യ? 5 7 2 8 8275 നിന്ന് ഏത് കുറക്കണം? 43 100ഉം 57 10ഉം ചേർന്ന സംഖ്യ അല്ലേ? അപ്പോൾ 43 100 എന്ന് പറയുമ്പോൾ 4300. പിന്നെന്താണ് 57 10 എന്ന് പറയുമ്പോൾ 570 അല്ലേ? അപ്പോൾ 4300 കൂട്ടണം 570 എത്രയാണ്? 0784 4870 അല്ലേ? അപ്പോൾ 8275 നിന്ന് 4870 കുറക്കണം. നമ്മൾക്ക് കുറച്ച് നോക്കാം. 5ൽ നിന്ന് 0 കുറച്ചാൽ 5 7ൽ നിന്ന് 7 കുറച്ചാൽ 0 2ൽ നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 8ൽ നിന്ന് 1 കടം എടുത്തു. അപ്പോൾ 12 ഇവിടെ 7 12ൽ നിന്ന് 8 കുറച്ചാൽ 4 7ൽ നിന്ന് 4 കുറച്ചാൽ 3 അല്ലേ? അപ്പോൾ എത്രയാണ്? 3405 സംഖ്യ. 405. ഓക്കെ. നെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ 18 മുത്തുകളുണ്ട്. ഇവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും എഴുതുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ നമ്മൾ മുൻപ് 13 മുത്തുകൾ ഉപയോഗിച്ചിട്ട് മൂന്നക്ക സംഖ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇവിടെ 18 മുത്തുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന നാലക്ക സംഖ്യ, ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും അവ തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നാലക്ക സംഖ്യ ഏറ്റവും വലുത് ഉണ്ടാക്കാം. അപ്പോൾ നാലക്ക സംഖ്യ ആകുമ്പോൾ അബാക്കസിൽ 4 വരകൾ വേണം. ഇനി ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ 9999 അല്ലേ? അപ്പോൾ നാലക്ക സംഖ്യയിൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ വരുന്നത് 9ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് 1000ൻ്റെ സ്ഥാനത്ത് നമ്മൾക്ക് 9 മുത്തുകൾ ഇട്ട് കൊടുക്കാം. 9. ഇനി നമ്മുടെ കയ്യിൽ 18 മുത്തുകളാണുള്ളത്. 18 മുത്തിൽ 9 മുത്ത് ഇവിടെ കൊടുത്തു, ബാക്കി 9 മുത്തുകളാണുള്ളത്. അപ്പോൾ 9999 ആണല്ലോ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ 18 മുത്തുകളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 9 മാത്രം കൊടുക്കാം. അപ്പോൾ 9 കൂട്ടിക്കഴിഞ്ഞാൽ 18 ആയല്ലോ. ബാക്കിയിൽ 9 വേണ്ട. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് മുത്തിടാൻ ബാക്കിയില്ല, 1ൻ്റെ സ്ഥാനത്ത് മുത്തിടാൻ ബാക്കിയില്ല, കാരണം ഇവിടെ തന്നെ 18 ആയല്ലോ. അപ്പോൾ എത്രയാണ് സംഖ്യ? 9900 ആണ് 18 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ അല്ലേ? ഇനി ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ നോക്കാം. ഫസ്റ്റിൽ 4 സ്ഥാനങ്ങൾ അബാക്കസിൽ വരച്ചു കൊടുക്കുക. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് 18 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് നമ്മൾക്ക് കാണേണ്ടത്. വലിയ സംഖ്യ, അപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 1000 ആണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അല്ലേ? അപ്പോൾ ഈ 1000ൽ നമ്മൾ ഒരു മുത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ 18 മുത്തുകളുണ്ട്. അപ്പോൾ 18 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? വലിയ നാലക്ക സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ 1000 ഏറ്റവും വലിയ സ്ഥാനം 1000ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ കൊടുത്തു അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾക്ക് 1ൻ്റെ സ്ഥാനത്ത് ഫസ്റ്റിൽ 9 മുത്തുകൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ 9 മുത്തുകൾ കൊടുക്കാം 1ൻ്റെ സ്ഥാനത്ത് 9. ഇനി എന്ത് ചെയ്യാം? നാലക്ക സംഖ്യ ആകുമ്പോൾ 1000ലാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് 1 എഴുതുക. ഇവിടെ ഒരു മുത്ത് കൊടുക്കാം 1000ൻ്റെ സ്ഥാനത്ത്. എന്നാൽ മാത്രമല്ല 1000 സംതിങ് നമ്പർ വരൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 1000ൻ്റെ സ്ഥാനത്ത് 1 കിട്ടി, 1ൻ്റെ സ്ഥാനത്ത് 9 കിട്ടി. ഇനി ബാക്കി എത്ര കല്ലാണ്? 1 9 10 ആയി അല്ലേ? 18ൽ ഇനി ബാക്കി 8 കല്ലുകളുണ്ട് നമ്മളുടെ കൈവശം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഏറ്റവും ചെറിയ നമ്പറാണല്ലോ വേണ്ടത്. അപ്പോൾ 1ൻ്റെ സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 എണ്ണവും 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം അല്ലേ? 8. ഇവിടെ എത്രയാണ്? 100ൻ്റെ സ്ഥാനത്ത് ഒന്നും വേണ്ട. അപ്പോൾ ഏതാണ് സംഖ്യ? 1089 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇനി നമുക്ക് ഏറ്റവും വലിയ സംഖ്യ 9900 നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ 1089 കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വ്യത്യാസം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറക്കാം. 0ൽ നിന്ന് 9 കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഈ 9ൽ നിന്ന് 1 എടുത്തു, ഇതിനെ 9 ആക്കി, ഇവിടെ 10 ആക്കി. അപ്പോൾ ഇവിടെ 8 ആകും. എന്ത് ചെയ്തു? 10ൽ നിന്ന് 9 കുറച്ച് 1, 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 8ൽ നിന്ന് 0 കുറച്ചാൽ 8, 9ൽ നിന്ന് 1 കുറച്ചാൽ 8, 8811 ആണ് വ്യത്യാസം. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.